എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഷീജാസ് ബ്ലോഗ്സിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹോം റെമഡിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ പിഗ്മെൻറ്റേഷനുള്ള ഒരു ഹോം റെമഡി. നമ്മളൊരു ക്രീം തയ്യാറാക്കുകയാണ്. ഇത് നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് ക്രീമായിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന ദിവസവും നമുക്ക് രാത്രിയിൽ അപ്ലൈ ചെയ്യാം. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ക്രീമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ എന്താണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് മഞ്ചിഷ്ടയാണ്. മഞ്ചിഷ്ട അത് പിഗ്മെൻറ്റേഷൻ മാറാൻ ഏറ്റവും നല്ല ഒരു അമൂല്യനിധി എന്ന് പറഞ്ഞാൽ മതി. അതാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ സ്പൂണിനാണ്, നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 10-15 ദിവസത്തേക്കുള്ള ക്രീം മാത്രമാണ് തയ്യാറാക്കുന്നത്. അത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു സ്പൂണ്, അത് ഏറ്റവും ചെറിയ സ്പൂണിനാണ് ഒരു സ്പൂണ് മഞ്ചിഷ്ട എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അര സ്പൂണ് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ട്. നല്ല നിറച്ച് ഒരു 1.5 സ്പൂണോളം ബദാം പൗഡർ. ബദാം നന്നായി കഴുകി ഉണക്കി വെച്ചിട്ട് നമ്മളത് പൊടിച്ചെടുത്തതാണിത്. അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒന്ന് കുതിർന്ന് വരണം, അതിന് വേണ്ടിയാണ് നമ്മൾ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനിയും വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. നമ്മളൊരു രാത്രി വെച്ചിരിക്കുകയെങ്കിൽ ഒരു രാത്രി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ബദാം നേരിട്ട് അങ്ങനെ അങ്ങ് ഇടുകയാണെങ്കിൽ കുതിർത്തെടുത്താലും മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പൗഡർ ഫോം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പൗഡറായിട്ട് തന്നെ ഇട്ട് കൊടുത്തത്. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളത് നന്നായി കുതിർന്ന് കിട്ടട്ടെ. മഞ്ചിഷ്ട ഇച്ചിരി ഒരു തരി നൈസ് പൊടിയാണ്, എങ്കിലും നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒരു തരിയുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഈ പൗഡർ ഫോമാക്കി കിട്ടുന്ന, അതായത് നമ്മുടെ കസ്തൂരി മഞ്ഞളൊക്കെ നല്ല നൈസ് പൊടിയല്ലേ അത്. പക്ഷെ ഇതിന് അത്ര അങ്ങോട്ട് നൈസില്ല. ഇത് എനിക്ക് നാട്ടിൽ നിന്നും സോണ പോയി, നാട്ടിലിപ്പോൾ അവൾ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ക്രീമാക്കി തയ്യാറാക്കാമെന്ന് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഒരു 30-32 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ടേ ചില ആളുകൾക്ക് മുഖത്തൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാൻ തുടങ്ങും. ഇത് നമ്മൾ ഞവര അരിയാണ്. ഞവര അരി നമ്മൾ കുതിർത്ത് വെച്ചിരുന്നതാണ്. അത് ഇനി ആ വെള്ളം അങ്ങ് മാറ്റിയിട്ട് നമുക്ക് ആ റൈസ് മാത്രം ഇതിലേക്കിടാം. അപ്പോൾ ഇത് പിഗ്മെൻറ്റേഷൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഹോം റെമഡി ഓരോന്ന് ചെയ്തത് മാറ്റിക്കൊള്ളണം. അല്ലെങ്കിൽ അത് കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാറുകയില്ല. ഒരുപാട് സമയമെടുക്കും. അത് കൂടുന്തോറും നമുക്കത് മാറി വരാൻ. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അത് മാറ്റിയെടുത്തോണം. പിന്നെ ചിലർക്ക് പാരമ്പര്യമായിട്ടുണ്ടാകും, മറ്റു ചിലർക്ക് ഹോർമോൺ വ്യതിയാനം കൊണ്ടുണ്ടാകും. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ, തൈറോയിഡ് ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ മുഖത്ത് അങ്ങനെ ഒരു കളർ ചേഞ്ച് ഉണ്ടാകും. അതൊക്കെ കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ഇൻറ്റേർണലായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടോ എന്നുകൂടി ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. ഫാറ്റി ലിവറും തൈറോയിഡും ഉണ്ടെങ്കിൽ മെയിനായിട്ടും ഇത് നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ആദ്യമേ ഞാൻ ആ റൈസ് മാത്രം ഒന്ന് പൊടിച്ച് കൊണ്ടുവന്ന് അതിന് ശേഷം നമ്മൾ ആ കുതിർത്ത് വെച്ചിരുന്ന ബദാമും എല്ലാം കൂടി ഞാൻ ഒന്നും കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ട്, അത് അത്ര നന്നായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ക്രീമിൻ്റെ അരഞ്ഞു കിട്ടി അതേപോലൊന്നും അരഞ്ഞു കിട്ടിയിട്ടില്ല. ഇത് ഇത്തിരി തരിയൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ തന്നെ ഇങ്ങനെ എടുത്തത്, അധികം വേണ്ടല്ലോ. ബാക്കി ഞാൻ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. ഇനിയിപ്പം നമുക്കതിൻ്റെ ജ്യൂസ് മാത്രം പിഴിഞ്ഞ് എടുക്കാം. എന്നിട്ട് ആ ചണ്ടി കളയരുത്. ആ ചണ്ടിക്കകത്ത് നമുക്ക് മഞ്ചിഷ്ടയും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇത്തിരി റോസ് വാട്ടറും കൂടെ ഒഴിച്ച് ഒന്ന് നനച്ചിട്ട് ആ ചണ്ടി നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ചൊന്ന് നനച്ച് നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് അത് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ അങ്ങ്
വാഷ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ആ ജ്യൂസ് മാത്രം ഇനി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണേ. ഞാൻ ഇത്തിരി തിരക്കിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്നു പോകുന്നത്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം നമുക്ക്. അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇതുവരെ നമുക്ക് 1K ആയിട്ടില്ല. എല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് ഒന്ന് 1K ആക്കി തരണേ. നമ്മളത് പിഴിഞ്ഞ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സ് പിന്നെ ചെയ്യാം. ഇനി നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം ഇനി അതൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ആ റൈസ് ഒന്ന് കുക്കായി വരണം. അത് റൈസ് എന്ന് പറയുന്നതിനകത്ത് റൈസിൻ്റെ മിൽക്ക് മാത്രമേ ഉള്ളൂ. അത് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി അതൊന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. മഞ്ചിഷ്ട നമ്മുടെ മുഖത്തല്ല ശരീരത്തിൻ്റെ എവിടെയായാലും ഉണ്ടാകുന്ന എല്ലാ കളർ വ്യത്യാസത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ഒരു നുള്ളി മഞ്ചിഷ്ട നമ്മൾ ഒരു 5-6 ദിവസം മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. 10 ദിവസത്തിൽ കൂടുതൽ യൂസ് ചെയ്യരുത്. ഒരു നുള്ളു മഞ്ചിഷ്ട ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഒരു നുള്ളേ ആകാവുള്ളൂ, അതിൽ കൂടുതലൊന്നും ആവരുത്. അതൊന്ന് തിളപ്പിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ അത് കുടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നീരൊക്കെ മാറും. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും. അങ്ങനെയൊക്കെ ഇൻറ്റേർണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് കൂടുതലായിട്ടൊന്നും ആരും യൂസ് ചെയ്യരുത്, ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാവുള്ളൂ. അങ്ങനെയും കൂടെ ഉണ്ട് ഇത്. ഞാൻ എന്തായാലും ഒരാഴ്ച ഞാൻ കഴിച്ചു. എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന നീരുകളൊക്കെ ജോയിൻറ്റ് പെയിനൊക്കെ മാറി. അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം വന്നു എനിക്ക്. ഞാനങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് എല്ലാവരും അങ്ങനെ പെട്ടെന്നൊന്നും കഴിക്കണ്ട. കാരണം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം മാത്രം, ഒരു വൈദ്യനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുകയുള്ളൂ. ഞാൻ കഴിച്ചതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതിനകത്തിലെ വെള്ളമെല്ലാം വറ്റിച്ച് നമുക്കെടുത്ത് കൊണ്ടുവരാം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല കിടിലൻ റിസൾട്ടാണ് ഇതിന്. എൻ്റെ മുഖത്തൊക്കെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു ലേശം ഒരു 1/4 സ്പൂണ് പോലും ഇല്ല ഒരു കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണേ ഇട്ടുള്ളൂ. 1/4 സ്പൂണ് ഇല്ല, ഞാൻ അതിൽ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. ആദ്യമേ അങ്ങ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോവുക. റൈസ് ഒന്ന് കുക്കായി വരത്തില്ല. റൈസായിട്ടല്ല, റൈസിൻ്റെ അംശം ഉണ്ടല്ലോ അതിൽ, ഞാൻ വരെ ചേർത്തില്ലേ. അത് എത്ര ഇതാണെങ്കിലും നമ്മൾ നൈസായിട്ട് കിട്ടിയാലും അതൊന്ന് കുറുകി വരത്തില്ല. ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി പോകും നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ കണ്ടണം പെട്ടെന്ന് അങ്ങ് തിക്കാവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ചേർത്തത്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇപ്പം തന്നെ കണ്ടില്ലേ നല്ല ക്രീമി ആയിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മളെടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല ഒരു തുണിക്കകത്ത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അതേ ക്രീമിൻ്റെ സ്ട്രക്ചറിൽ തന്നെ കിട്ടും, ഒരു തരി പോലും ഇല്ലാണ്ട്. അപ്പോൾ നമ്മളത് കുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2-3 തുള്ളി വിറ്റമിൻ ഇ ഡ്രോപ്സ് ചേർത്തിട്ടുണ്ട്. വിറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഡ്രോപ്സാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഗ്ലിസറിൻ ഒരു 3-4 തുള്ളി. ഇനി ക്യാമറ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ. ഇനി അതിലേക്ക് നമുക്ക് അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ വാങ്ങിയതൊക്കെ കഴിഞ്ഞു, ഇനി വാങ്ങണം. ഈ ക്രീം തയ്യാറാക്കും കൂടെ ഉള്ളായിരുന്നു, അതുകൊണ്ട് അത് നമുക്കെല്ലാം ചേർക്കാം.
നല്ല ഒരു 2 സ്പൂണോളം, ആ സ്പൂണിന് ഒരു 2-2.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ അത് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ചെറുതായിട്ട് ബീറ്റ് ചെയ്യുകയല്ല, നല്ല ശക്തിയിൽ നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ക്രീമിയെ പോലെ നമുക്ക് കിട്ടുകയുള്ളൂ. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് സമയം, ഒരു 5 മിനിറ്റോളം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നീട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റി. ക്യാമറ ഓഫ് ചെയ്യാൻ പോയതായിരുന്നു. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അധികം ഒന്നും തയ്യാറാക്കിയില്ല. ഞാനൊരു 10-15 ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് തയ്യാറാക്കിയത്. ഇനി നമുക്കത് നല്ലപോലെ നല്ലൊരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് നമുക്കത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതുപോലെ മുഖം നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തിട്ട് വെയിലത്തൊന്നും പോകരുത്. രാത്രി സമയത്ത് നമുക്ക് രാത്രിയിൽ പുരട്ടിയാൽ മതി. രാത്രി പുരട്ടിയിട്ട് കിടക്കുക. രാവിലെ എഴുന്നേറ്റ് ഇളം ചൂടുവെള്ളത്തിലൊന്ന് മുഖം കഴുകുക. ഇങ്ങനെ നിങ്ങളൊരു പെട്ടെന്ന് അങ്ങ് മാറുമെന്ന് പറയുകയല്ല, ഒരു 2 മാസത്തോളം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതേ നോക്ക്, നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ട് കണ്ടില്ലേ, ആ സ്പൂണെ വെട്ടിട്ട് ഞാൻ കമത്തിയിട്ട് അത് താഴെ പോകുന്നില്ല. അത്രയ്ക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും നമുക്ക് പുതിയൊരു ഹോം റെമഡിയുമായിട്ട് വരാം ഇങ്ങനെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇനി ഇതുപോലെ നല്ല പുതിയൊരു ഹോം റെമഡിയുമായി വരും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരാം. നോക്കൂ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയേഴ്സ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.